ഒരു ദീർഘവീക്ഷണമുള്ള സംരംഭകനെയും മനുഷ്യസ്നേഹിയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനവുമാണ് ഡോക്ടർ രവി പിള്ള. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ്സുകാരിൽ ഒരാളായി മാറുവാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അസാധാരണമാണ്. കേരളത്തിൻ്റെ ഒരു ചെറിയ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹം ബിസിനസ്സിലേക്ക് കടന്നു. എന്നിരുന്നാലും അദ്ദേഹം അഭിലാഷങ്ങൾ വളരെ വലുതായിരുന്നു. അദ്ദേഹം ധീരമായ ഒരു ചുവടുവയ്പ് നടത്തി ഗൾഫ് മേഖലകളിലേക്കും ചേക്കേറി. ഇന്ന് ഡോക്ടർ രവി പിള്ള നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം വ്യവസായങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് കൂട്ടായ്മ നയിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ചില അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കമ്പനി നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഠിനാധ്വാനം, തന്ത്രപരമായ കാഴ്ചപ്പാട്, മികവിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിലും മെച്ചപ്പെട്ട ജീവിത നിലവാരവും നൽകിക്കൊണ്ട് അദ്ദേഹം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്നാൽ ബിസിനസ് നേട്ടങ്ങൾക്കപ്പുറം ഡോക്ടർ രവി പിള്ള യഥാർത്ഥത്തിൽ പ്രചോദനാത്മകമായ ഒരു വ്യക്തിയാകുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യസ്നേഹ മനോഭാവമാണ്. വിൻസെന്റിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. കേരളത്തിലും അതിനപ്പുറത്തെയും ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ സാമൂഹിക ലക്ഷ്യങ്ങളിലേക്ക് അദ്ദേഹം ഉദാരമായി സംഭാവന നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ, സ്കൂളുകളിലും ആശുപത്രികളിലും നിർമ്മിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ, സമൂഹ വികസനത്തിലെ അദ്ദേഹത്തിന്റെ സജീവ പങ്ക് എന്നിവ സമൂഹത്തിന് തിരികെ നൽകുവാനുള്ള അദ്ദേഹത്തിന്റെ ആഴമായ പ്രതിബദ്ധതയെ എടുത്ത് കാണിക്കുന്നു. ഈ കേരള പുത്രനെ ആദരിക്കുന്നതിന് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ, പ്രത്യേകിച്ച് RS ബാബു, രാജ്മോഹനൻ, നജീബ് അടക്കമുള്ള തലസ്ഥാനരിയിലെ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഡോക്ടർ രവി പിള്ളയുടെ ജീവിതമാണ് ഈ ഫോട്ടോ എക്സിബിഷനിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ചിത്രരചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ രക്ഷാകർത്താക്കളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുകയും ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ സജീവമായി പങ്കെടുപ്പിക്കണം. അങ്ങനെ പങ്കെടുപ്പിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഊർജവും ശക്തിയും ചിന്തയും മറ്റ് പല ദിശയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങൾ തെളിയിക്കുകയാണ്. രക്ഷാകർത്താക്കളായിട്ടുള്ള നമുക്കറിയില്ല, ഒരു കാര്യവും അറിയില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അവസരത്തിൽ മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങൾ അറിയുന്നത്. ആ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും കച്ചവട മനോഭാവത്തോടുകൂടി നടത്തുന്ന ഒരു കൂട്ടം സ്ഥാപനങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ജൂൺ മാസം 1-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. അഡ്മിഷൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും സ്കൂൾ തുറക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെ KER കേരള എഡ്യൂക്കേഷൻ റൂളിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫെബ്രുവരി 2-ആണ്. ജൂൺ 1-ന് മുമ്പാണ് ക്ലാസ് തുടങ്ങാൻ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുന്നത്. പല സ്കൂളുകളിലും, ചില സ്കൂളുകളിൽ എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ 1-ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഇപ്പോഴേ ആരംഭിച്ചു. 1-ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചത് മാത്രമല്ല, കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയും കൂടിയുണ്ട്. അത് കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ബാലപീഡനമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രക്ഷകർത്താവിന് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അമ്മ ഈ പഠിപ്പാണ് ഇന്റർവ്യൂവിന് മറുപടി പറയുന്നതിന് വേണ്ടി. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് കഴിയില്ല.
ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ അക്കാഡമിക്കായിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കേണ്ട അതാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകവും വേണ്ട, എൻട്രൻസ് പരീക്ഷയും വേണ്ട. അവൻ ഹാപ്പിയായിട്ട് സന്തോഷത്തോടുകൂടി സ്കൂളിൽ വരട്ടെ, അവൻ പ്രകൃതി മനസ്സിലാക്കട്ടെ, അവൻ ഭരണഘടനയുടെ കാര്യങ്ങൾ മനസ്സിലാവട്ടെ, ഒരു പൗരനെന്നുള്ള നിലയിൽ വളർന്നു വരുമ്പോൾ ശീലിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവട്ടെ. അതെല്ലാം മനസ്സിൽ കയറുന്ന സമയം ഈ 1ാം ക്ലാസ്സൊക്കെ